നിർണായക കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം യോഗത്തിൽ പ്രധാന അജണ്ടയാകും. വിഷയത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായ വിശ്വാസ സംഗമങ്ങൾ സംഘടിപ്പിക്കാനാണ് പാർട്ടിയിലെ ആലോചന. ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സൂര്യഗായത്രിയാണ്. സൂര്യ, എന്തായാലും കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം യോഗത്തിൽ പ്രധാന അജണ്ടയാകും. നിയമസഭയ്ക്കുള്ളിലും ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ് ഇപ്പോൾ പ്രധാന അജണ്ടയായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ തുടക്കമാണ് നിയമസഭയിൽ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും തുടരാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 3 മണിക്കാണ് നിർണായക കെ.പി.സി.സി യോഗം ചേരുന്നത്. ഈ യോഗത്തിലെ പ്രധാന അജണ്ടയും സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ എത്തരത്തിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കാം, എത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാം എന്നത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് വിശ്വാസ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്നോണം വ്യാഴാഴ്ച പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ തൊട്ടടുത്ത ദിവസം തന്നെ വെള്ളിയാഴ്ച ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും പ്രതിഷേധ മാർച്ച് നടത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷവും ഈ വിശ്വാസ സംഗമം നടത്തേണ്ടതായിട്ടുണ്ട്. എത്തരത്തിലാണ് നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധം തന്നെയാണ് സ്വർണ്ണപ്പാളി. അത് എത്തരത്തിലൊക്കെ ഉപയോഗപ്പെടുത്താം എന്നത് സംബന്ധിച്ചാണ് കൃത്യമായിട്ട് ചർച്ചകൾ നടക്കുന്നത്. ഇന്നിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോഴും ആ വിഷയത്തിൽ ചർച്ചയുണ്ടാവുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നിരവധിയായിട്ടുള്ള മറ്റ് പല വിഷയങ്ങളും, അത് ആഭ്യന്തര വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് യോഗം വിലയിരുത്തും. കെ.പി.സി.സി ഡി.സി.സി പുനഃസംഘടന സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഇപ്പോഴും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മുഴുവൻ ഡി.സി.സി പ്രസിഡന്റ് ഡി.സി.സി അധ്യക്ഷന്മാരെയും മാറ്റണം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് നിയമിച്ചിട്ടുള്ള 2 ജില്ലകളിലെ ഡി.സി.സി അധ്യക്ഷന്മാരെ ഒഴികെ മറ്റ് ജില്ലകളിലെ ഒക്കെ ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ട് പുനഃസംഘടന നടത്തണമെന്നുള്ള ആവശ്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള തീരുമാനം യോഗത്തിൽ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, അടുത്ത ദിവസങ്ങളിലായിട്ട് വലിയ ചർച്ചയായത് സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളും പ്രത്യാക്രമണവും ഒക്കെയാണ്. അതൊക്കെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദവും അതിന് സർക്കാരിനെ എങ്ങനെ പ്രതിരോധത്തിലാക്കാം എന്നുള്ളതും തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എത്തരത്തിലൊക്കെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ചർച്ച ചെയ്യുക. അതിന്റെ തുടക്കം എന്നോണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ ഇപ്പോൾ നമ്മൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം കണ്ടത്. സഭ ഇത്തവണ തുടങ്ങിയതിന് ശേഷം പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ സഭാഗത്തളത്തിൽ നമ്മൾ കണ്ടത്. അതുതന്നെയാണ് സൂര്യഗായത്രി. എന്തായാലും ഇപ്പോൾ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തിന് എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുന്നു അവിടെയെല്ലാം എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ ഒരു ആയുധം തന്നെയാണ് എന്തായാലും ഈ സ്വർണ്ണപ്പാളി, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം എന്ന് വേണം പറയാൻ. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും കരുത്തുറ്റ ഒരു കാര്യം തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം. എന്തായാലും അത് പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പല സമയങ്ങളിലായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. നിർണായക കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പ്രധാന അജണ്ടയായി തന്നെയാണ് ഉപയോഗിക്കുക. വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ